1992 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ 10ാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയുടെ കിഴക്കൻ പത്രോസ് ആണ്. TS സുരേഷ് ബാബു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് ഡെന്നിസ് ജോസഫ് ആയിരുന്നു. 9ാം സ്ഥാനത്തുള്ളത് സുരേഷ് ഗോപിയെ നായകനാക്കി ഷാജി ഖാന സംവിധാനം ചെയ്ത തലസ്ഥാനമാണ്. രഞ്ജി പണിക്കരാണ് ചിത്രത്തിന് തിരക്കഥ രചിച്ചത്. 8ാം സ്ഥാനത്തുള്ളത് തമ്മി കണ്ണന്താനം മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ നാടോടിയാണ്. TR റസാഖ് തിരക്കഥയൊരുക്കിയ ഈ ചിത്രം തിയേറ്ററിൽ വിജയം നേടിയിരുന്നു. 7ാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്ത കൗരവറാണ്. ലോഹിതദാസ് തിരക്കഥയൊരുക്കിയ ഈ ചിത്രം മമ്മൂട്ടിയുടെ കരിയറിലെ മികച്ച ചിത്രങ്ങളിലൊന്നായിരുന്നു. 6ാം സ്ഥാനത്തുള്ളത് ഹരിഹരന്റെ സർഗമാണ്. തിയേറ്ററിൽ ചെറിയ റിലീസിലെത്തി വലിയ വിജയമായ സിനിമയായിരുന്നു സർഗം. 92 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ 5ാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ കമലദളമാണ്. ലോഹിതദാസ് തിരക്കഥയൊരുക്കി സിബി മലയിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചത് മോഹൻലാൽ തന്നെയായിരുന്നു. കളക്ഷനിൽ 4ാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ തന്നെ യോദ്ധയാണ്. വലിയ ബഡ്ജറ്റിൽ സംഗീത് ശിവൻ ഒരുക്കിയ ഈ ചിത്രം തിയേറ്ററിൽ വലിയ കളക്ഷൻ നേടിയെങ്കിലും ഹിറ്റ് സ്റ്റാറ്റസ് മാത്രമേ ബോക്സ് ഓഫീസിൽ നേടിയുള്ളൂ. 92 കളക്ഷനിൽ 3ാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ അദ്വൈതമാണ്. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ആ വർഷത്തെ മോഹൻലാലിന്റെ വലിയ വിജയങ്ങളിൽ ഒന്നായി മാറി. 92 കളക്ഷനിൽ 2ാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയുടെ മെഗാ ഹിറ്റ് ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസാണ്. ഫാസിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം ആ വർഷത്തെ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ വിജയ ചിത്രവുമായിരുന്നു. 92 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം മോഹൻലാലിന്റെ വിയറ്റ്നാം കോളനി ആയിരുന്നു. സിദ്ദിഖ് ലാൽ മോഹൻലാലിനെ നായകനാക്കി ആദ്യമായി ഒരുക്കിയ ചിത്രമായിരുന്നു വിയറ്റ്നാം കോളനി. പ്രേക്ഷകരുടെ മികച്ച പ്രതികരണം നേടിയ വിയറ്റ്നാം കോളനി ആ വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രമായി മാറി.